നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അകാരണമായി യുവതിയുടെ മർദ്ദനമേറ്റ സുരക്ഷാ ജീവനക്കാരൻ റിങ്കു സമൂഹ മാധ്യമങ്ങളിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ഒരു യുവാവ് ഒരു സുരക്ഷാ ജീവനക്കാരായി മാത്രം ഒതുങ്ങിയത് ഏവരെയും അമ്പരപ്പിലാഴ്ത്തിയിരുന്നു. ഏവരുടെയും കരുണയ്ക്ക് പാത്രമായ റിങ്കു ഇന്ന് പ്രവാസികൾക്ക് ജീവനാണ്. അതിനാൽ തന്നെ ഒത്തിരിയേറെ ജോലിക്കായുള്ള അവസരങ്ങളും റിങ്കുവിനെ തേടി എത്തുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രശ്നവും റിങ്കു പങ്കുവയ്ക്കുന്നുണ്ട്. വാർത്തയിലേക്ക്. ദുബായിലെ അമേരിക്കൻ കമ്പനിയിലേക്ക് മലയാളി ഉദ്യോഗസ്ഥൻ ബൈജു ചാലിൽ ക്ഷണിച്ചതിനു പിന്നാലെ പ്രവാസി വ്യവസായിയും ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സിഇഒയും ചലച്ചിത്ര സംവിധായകനുമായ സോഹൻ റോയിയും റിങ്കുവിന് ജോലി വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. റിങ്കുവിന് ആവശ്യമുള്ള പരിശീലനം നൽകിയ ശേഷം ജോലിയും ഒരു എഞ്ചിനീയർക്ക് നൽകുന്ന ശമ്പളവും നൽകാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത്. ദുബായിലെ അമേരിക്കൻ കമ്പനിയിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ മാനേജിംഗ് പാർട്ട്ണർ കൂടിയായ കോഴിക്കോട് സ്വദേശി ബൈജു ചാലിൽ റിങ്കുവിന് ജോലി വാഗ്ദാനം ചെയ്ത അതിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബൈജുവിന് അഭിനന്ദനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ കമ്പനിയിലേക്ക് തൊഴിൽ വിസയും 35,000 രൂപ പ്രതിമാസ ശമ്പളവും സൗജന്യ താമസം ഭക്ഷണം എന്നിവയും ബൈജു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ യുവതി മുഖത്തടിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ റിങ്കുവിന് ദുബായിൽ മികച്ച ജോലിക്ക് ക്ഷണം നൽകി തന്നെ സഹായിക്കാനെത്തിയവരോട് നന്ദി രേഖപ്പെടുത്താൻ മാത്രമേ മുതിരുന്നുള്ളൂ. നാട്ടിലുള്ള ജോലിയാണ് റിങ്കു അന്വേഷിക്കുന്നത്. അമ്മയുടെ രോഗാവസ്ഥ കാരണം തൽക്കാലം വിദേശ ജോലി സ്വീകരിക്കാൻ റിങ്കു തയ്യാറല്ല. ഈ മാസം അവസാനത്തോടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്തണമെന്നാണ് റിങ്കു പറയുന്നത്. ഓപ്പൺ ഹാർട്ട് സർജറിയാണ് ചെയ്യുന്നത്. അതിനുശേഷം അമ്മയെ പരിചരിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും താൻ നാട്ടിൽ തന്നെ വേണമെന്ന് റിങ്കു പറയുന്നു. സോഹൻ റോയി ഉൾപ്പെടെയുള്ള മനുഷ്യ സ്നേഹികളുടെ കേരളത്തിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി സാധ്യതയാണ് ഇനി റിങ്കുവിന്റെ പ്രതീക്ഷ എന്നത്. മാവേലിക്കരയ്ക്ക് സമീപം താഴ്ക്കര പഞ്ചായത്ത് അറുന്നൂറ്റിമംഗലം കുമ്പമ്പുഴ വീട്ടിൽ റോസമ്മയുടെ ഏക മകനായ റിങ്കുവിന്റെ പരിതാപകരമായ ജീവിതാവസ്ഥയും കഠിനാധ്വാനവും തിരിച്ചറിഞ്ഞാണ് സോഹൻ റോയ് ജോലി വാഗ്ദാനവുമായി രംഗത്തെത്തിയത്. ആലുവയിൽ ഒരു സ്വകാര്യ കണ്ണാശുപത്രിയിൽ റിങ്കു സുരക്ഷാ ജീവനക്കാരനായിരിക്കെ കൊച്ചി സർവകലാശാല വനിതാ ഹോസ്റ്റൽ താൽക്കാലിക മാട്രനായ കൊയിലാണ്ടി കാവൽദേശം സ്വദേശി ആര്യ എന്ന യുവതിയുടെ ഇരുചക്രവാഹനം ജോലിയുടെ ഭാഗമായി മാറ്റിവെച്ചതിനാണ് മർദ്ദനമേൽക്കേണ്ടി വന്നത്. എന്നാൽ ഭവിഷ്യത്തുകൾ ഭയന്ന് റിങ്കു യുവതിക്കെതിരെ യാതൊരു വിധത്തിലും പ്രതികരിച്ചിരുന്നില്ല. ഇതോടെ മലയാളി സമൂഹം ഒന്നടങ്കം റിങ്കുവിന് പിന്തുണയുമായി എത്തുകയായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനം ഫീസ് അടയ്ക്കാൻ ശേഷിയില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിപ്പോവുകയും അമ്മയുടെ രോഗാവസ്ഥയും ആശുപത്രി ചെലവും താങ്ങാനാകാതെ വിഷമിച്ചിരിക്കുന്നതിനിടെയുണ്ടായ യുവതിയുടെ അടിയുടെ ആഘാതവും കൂടിയായപ്പോൾ ആ ചെറുപ്പക്കാരന്റെ ജീവിതം കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലാണെന്ന് തോന്നിയതിനാലാണ് തന്റെ കമ്പനിയിൽ ജോലി നൽകാൻ തീരുമാനിച്ചതെന്ന് സോഹൻ റോയ് വ്യക്തമാക്കുകയുണ്ടായി. മാരിടൈം മാധ്യമം, മെഡിക്കൽ ടൂറിസം, സിനിമ തുടങ്ങിയ മേഖലകളിൽ 14 രാജ്യങ്ങളിലായി 50 കമ്പനികളുള്ള ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജീവനക്കാരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പെൻഷൻ, മെഡിക്കൽ തുടങ്ങിയ സ്കീമുകളും പ്രാബല്യത്തിൽ കൊണ്ടുവന്ന മധ്യപൂർവേഷ്യയിലെ ഏക കമ്പനി കൂടിയാണ്. ജീവനക്കാരെ സംരക്ഷിക്കുന്നതിൽ സോഹൻ റോയിയുടെ കമ്പനി സ്വീകരിക്കുന്ന നടപടികൾ മാതൃകാപരവും പലപ്പോഴും അത് മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ സോഹൻ റോയി റിങ്കുവിന്റെ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. സോഹൻ റോയിയുടെ ഈ കാര്യത്തിൽ പ്രവാസ ലോകം തന്നെ ഇത്തരമൊരു തീരുമാനത്തിലൂടെ സോഹൻ റോയി പ്രവാസ ലോകത്തിന്റെ തന്നെ കയ്യടി നേടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.